നമ്മുടെ മലയാള സിനിമയുടെ താരരാജാവായിട്ടുള്ള മോഹൻലാലിന്റെ തോളിലേറിയിട്ട് മലയാള സിനിമ വേറൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമ വേറൊരു ഉയരങ്ങളിലേക്ക് എത്താൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. ഈ ഒരു സിനിമ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട്. സമീപകാലത്ത് ഏറ്റവും വലിയ ഹൈപ്പ് കിട്ടിയ ഒരു മലയാള ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. ഈ ഒരു ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞിട്ട് പോസിറ്റീവ് റിവ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ വിജയ് മൂവി ആയിട്ടുള്ള ലിയോയുടെ ആദ്യ ദിന കളക്ഷൻ ഉൾപ്പെടെ നിലവിൽ ഏറ്റവും വലിയ റെക്കോർഡ് ഇട്ട 2018 എന്ന സിനിമയുടെ സകല റെക്കോർഡുകളും അടിച്ചിട്ടുകൊണ്ട് മലയാള സിനിമയിലെ ഏറ്റവും വലിയ റെക്കോർഡ് കളക്ഷൻ നേടുന്ന ഒരു ചിത്രമായി ഈ ഒരു സിനിമ മാറും. ഈ ഒരു സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് ആദ്യ ദിവസം പോസിറ്റീവ് റിവ്യൂസ് കിട്ടണം. അങ്ങനെ പോസിറ്റീവ് റിവ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സിനിമയെ പിടിച്ചാൽ കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് മോഹൻലാലിന്റെ വിരോധികൾക്ക് പോലും. ഇങ്ങനെ പറയാൻ കാരണം പറ്റുന്നില്ല, വളരെ ലോ ബഡ്ജറ്റിൽ ലോ ഹൈപ്പിൽ വന്ന നേര് എന്ന സിനിമ 100 കോടി ക്ലബിൽ കയറിയത് വിരോധികളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക്, അതായത് മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പ്രത്യേകിച്ചിട്ട് മോഹൻലാലിന്റെ ഫാൻസിനും അതുപോലെ തന്നെ മോഹൻലാലിന്റെ വിരോധികൾക്കും. അതുകൊണ്ട് തന്നെ മോഹൻലാൽ വിരോധികൾ ഈ ഒരു സിനിമക്ക് ആദ്യ ദിവസം തന്നെ നെഗറ്റീവ് റിവ്യൂസുമായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്തുകൊണ്ട് മാക്സിമം ഈ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ആദ്യത്തെ 1-2 ദിവസം ഫാൻസുകാരും അതുപോലെ തന്നെ സിനിമ ഇഷ്ടപ്പെടുന്നവരും മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെയാണ് കാണുക. ഓൺലൈനിൽ ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്തായാലും ഈ ദിവസങ്ങളിൽ കാണും. അതിനുശേഷം ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചിട്ട് മോഹൻലാലിന്റെ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്ന കുടുംബവുമായിട്ട് കാണാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വലിയൊരു സമൂഹം റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നവർ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ റിവ്യൂസും കാര്യങ്ങളും നോക്കുമ്പോൾ ഏറ്റവും ആദ്യം കിടക്കുക ചിലപ്പോൾ ഇവരുടെ നെഗറ്റീവ് റിവ്യൂസ് ആയിരിക്കും. ഈ നെഗറ്റീവ് റിവ്യൂസ് ചെയ്യുന്ന ആളുകളുടെ പ്രധാന പരിപാടി എന്താ? മോഹൻലാലിന്റെ ഈ നേരുന്ന സിനിമയ്ക്ക് മുന്നിറങ്ങിയ വെടികുണ്ട് സിനിമകളുടെ പബ്ലിക് റിവ്യൂ, അതുപോലെ തന്നെ മൂവി റിവ്യൂ, അതുപോലെ തന്നെ പബ്ലിക് റെസ്പോൺസ്, തിയേറ്റർ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതത് സിനിമകളുടെ പേര് പറയുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് മോഹൻലാൽ ഈ സിനിമയ്ക്ക് ഒട്ടും അനുയോജ്യമായിട്ടുള്ള നടനല്ല, മോഹൻലാൽ ഈ ഒരു സിനിമയിൽ വെറുപ്പിച്ചു, മോഹൻലാലിന് വലിയൊരു വെടികുണ്ട്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറയുന്ന മുൻകാലത്തെ ബോംബ് സിനിമകളുണ്ട്. ആ സിനിമകളുടെ റിവ്യൂസുമായിട്ടുള്ള കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യും സോഷ്യൽ മീഡിയ വഴി. അപ്പോൾ ഈ ഒരു വിഭാഗത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന ആളുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റിവ്യൂ അവരുടെ മുന്നിലേക്ക് എത്തുക, അവരതായിരിക്കും കാണുക. അപ്പൊ അവർ വിചാരിക്കും വേണ്ട ഈ സിനിമയ്ക്ക് പോകണ്ട എന്ന്. 1-2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ചൂടും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ആരും തന്നെ സിനിമയ്ക്ക് പോകില്ല. അവർ വിചാരിക്കും OTT ഇനി പെട്ടെന്ന് വരും, അപ്പോൾ കാണാമെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും തിയേറ്ററിലേക്ക് കളക്ഷൻ വരുന്ന ഇടിയും, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് സിനിമ എത്തില്ല. ചില ആളുകളുടെ കുൽസിത പ്രവൃത്തികൾ കൊണ്ട് തന്നെ ഇതുപോലെ നിരവധി സിനിമകൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാണ്, നിങ്ങൾ റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നവരാണെങ്കിൽ യഥാർത്ഥ റിവ്യൂ, നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളുടെ റിവ്യൂസ്, അതായത് ഒരാളുടെ മാത്രം കാണരുത്, 1-2 ആളുകളുടെ റിവ്യൂസും കാര്യങ്ങളും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അവരെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളൊന്ന് തീരുമാനിക്കുക. പിന്നെ ഇതുപോലെ നെഗറ്റീവ് റിവ്യൂസുമായിട്ടുള്ള കാര്യങ്ങളും സ്പ്രെഡ് ചെയ്യുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു നടനെ അല്ലെങ്കിൽ ഒരു സംവിധായകനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരുപക്ഷെ ഒരു സുഖമായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു മനസ്സിന് ഒരു സന്തോഷമായിരിക്കും. പക്ഷെ അതിലുപരി ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ വിയർപ്പുണ്ട്, അതുപോലെ തന്നെ പണമുണ്ട്, സമയമുണ്ട്, മോഹങ്ങളുണ്ട്. നമ്മളൊരു ലാപ്ടോപ്പോ ഒരു മൊബൈലോ എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന പരിപാടി അത് മറ്റുള്ള ആളുകളുടെ ജീവിതം തന്നെ ഇല്ലാതെയാക്കും. അപ്പോൾ നമ്മളൊന്നൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ സിനിമ കാണുക, സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് ഫാൻ ബേസും കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സത്യമായിട്ടുള്ള കാര്യം നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യം മാത്രമേ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഈ ഒരു സിനിമ ആദ്യ ദിവസത്തെ ഫാൻസ് ഷോ 6 മണിക്ക്, അതിരാവിലെയുള്ള 6 മണിക്കുള്ള ഷോ കാണാൻ പോകുന്നുണ്ട്. അതിന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമ കാണാൻ പോയതിനു ശേഷം കണ്ടുവന്നിട്ട് യഥാർത്ഥത്തിലുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കാം. ഈ ചാനൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആ റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്താൽ മതി. എന്നാൽ പിന്നെ നമുക്ക് സിനിമ കണ്ടതിന് ശേഷം റിവ്യൂ കാര്യങ്ങളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.